കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിക്കാനുള്ള കാരണം കേരളത്തിലെ തീവ്രവാദികളുടെ വോട്ട് നേടിയിട്ടാണ് എന്ന് മഹാരാഷ്ട്രയിലെ ഒരു BJP മന്ത്രി പറഞ്ഞത്രേ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണെന്ന്. എന്ത് വിഡ്ഢിത്തരമാണ് ആ മന്ത്രി! അത് BJP മന്ത്രിയാണെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞാൽ വിഡ്ഢിത്തരമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതല്ലേ. കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണോ? ആണോ? അല്ലല്ലോ, യൂണിവേഴ്സിറ്റിയാണ്. അഹമ്മദാബാദ് സ്ഫോടന കേസിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷാദുലിയും ഷിബിലിയും കോട്ടയത്തെ ഈരാറ്റുപേട്ടക്കാരാണ്. ഇനി ഇവർ രണ്ടുപേരും ഈരാറ്റുപേട്ടക്കാരാണെങ്കിൽ മറ്റൊരു പ്രതി ഷറഫുദ്ദീൻ കൊണ്ടോട്ടി സ്വദേശിയാണ്. 2020 കാബൂളിലെ സിഖ് ഗുരുദ്വാരയിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ചാവേർ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത് കാസർഗോഡ് പടന്ന സ്വദേശിയായ മുഹമ്മദ് സാജിദാണ്. 2021 മെയ് മാസത്തിൽ NIA ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് 2 മലയാളി ഭീകരന്മാരെയാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ വിചാരണ തടവിൽ കഴിയുന്ന മദനിയുടെ സ്ഥലം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ്. ഇന്ത്യൻ മുജാഹിദ്ദീൻ തീവ്രവാദി അലിയാസ് വഹാസ് ഒളിച്ചു താമസിച്ചത് കേരളത്തിലെ ഇടുക്കിയിലെ മൂന്നാറിൽ. ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് വിഷയത്തിൽ സുഹാനി അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ കണ്ണൂരിലെ കനകമലയിൽ നിന്നാണ്. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് പ്രതിയും ലഷ്കർ-ഇ-തോയ്ബ പ്രവർത്തകനുമായ തടിയൻ്റെവട നസീർ ജനിച്ചതും വളർന്നതും കേരളത്തിലെ കണ്ണൂരിൽ. ബാംഗ്ലൂർ സ്ഫോടന കേസ് പ്രതിയായ ഷഹനാസിനെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ എറണാകുളത്ത് നിന്ന്. ശ്രീലങ്ക സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA ആദ്യം ചോദ്യം ചെയ്തത് കേരളത്തിലെ കാസർഗോഡ് നിന്നുള്ള 2 പേരെ. കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ വെച്ച് കേന്ദ്ര ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തത് മലയാളികളായ 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകളെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്ന്. തീവ്രവാദത്തിനായി സിറിയയിലേക്ക് പോകാനായി ലവ് ജിഹാദിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ യുവതികൾ മതം മാറിയതും കേരളത്തിൽ നിന്ന്. കേരളത്തിൽ IS സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് ഐക്യരാഷ്ട്ര സംഘടന. കാശ്മീരിൽ മാത്രം കണ്ടിട്ടുള്ള മതത്തിൻ്റെ പേരിലുള്ള കലാപം പിന്നീട് കണ്ടത് കേരളത്തിലെ മലപ്പുറത്ത്. വിഘടനവാദം ആകെ ഉണ്ടായിരുന്നത് കാശ്മീരിൽ മാത്രമെങ്കിൽ ഇന്നത് കേരളത്തിലെ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലും എത്തി നിൽക്കുന്നു. പുതിയൊരു സംസ്ഥാനം വേണമെന്ന പേരിൽ ഇതിനെതിരെ ഇനിയും കണ്ണടച്ചാൽ കാശ്മീർ എന്ന വടക്കേ അറ്റത്തുള്ള ആ സംസ്ഥാനം പോലെ കേരളവും മാറും. കേരളം എന്ന തെക്കേ അറ്റത്തെ സംസ്ഥാനത്തേക്ക് 2500 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും കാശ്മീർ എന്ന അശാന്തിയുടെ താഴ്വരയിൽ നിന്ന് കേരളം എന്ന ശാന്തി തീരത്തേക്കുള്ള ദൂരം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ആ കൂട്ടർ മോങ്ങിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ സമാധാനത്തിൻ്റെ മതമാണെന്ന്. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ രാജ്യത്തിൻ്റെ സംയുക്ത സേനാ മേധാവി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയ്ക്ക് താഴെ ആ സന്തോഷ സൂചകമായിട്ടുള്ള ഹാ സ്മൈലി ഇടുന്ന കൂട്ടരെ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ മലയാളത്തിലെ വാർത്താ ചാനലുകൾക്ക് താഴെ ആ വാർത്തയുടെ കീഴെ കമൻ്റായിട്ടും സ്മൈലി ആയിട്ടും നമുക്കത് കാണാൻ സാധിക്കും. ഇന്ത്യ ഏതെങ്കിലും മേഖലയിൽ പിന്നോട്ട് പോകുന്നു എന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും രാജ്യത്തെ കടലാസ സംഘടനകൾ വല്ല സർവേയും പടച്ചുവിട്ടാൽ അതിലും ആഹ്ലാദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തെ തീവ്രവാദത്തിൻ്റെ നഴ്സറി എന്നല്ല പറയേണ്ടത്, തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ്.